ഹായ് വെൽക്കം ടു റിനിഷ CS Edu World. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പഠിക്കാൻ പോകുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ് ആൻഡ് ലോ ലെവൽ ലാംഗ്വേജസിനെ കുറിച്ചാണ്. എന്താണ് ഹൈ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്? ഈ ഹൈ ലെവൽ ലാംഗ്വേജും ലോ ലെവൽ ലാംഗ്വേജും എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ടൈപ്സ് ആണ്. പ്രോഗ്രാം ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിന്റെ ടൈപ്പാണ്. രണ്ട് ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജും ലോ ലെവൽ ലാംഗ്വേജും. ബോത്ത് ഹൈ ലെവൽ ആൻഡ് ലോ ലെവൽ ലാംഗ്വേജസ് ആർ ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ടൈപ്പ്. അപ്പം the main difference between high level and the low level is that programmer can easily understand or interpret or compile the high level language in comparison of machine language. മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമർക്ക് ഈസി മനസ്സിലാക്കാനായിട്ടും അത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് ചെയ്യാനായിട്ടും അതെങ്ങനെ അതിൻ്റെ എറർ കറക്റ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ ഈസിയാണ്. ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയാണ് കമ്പയർഡ് ടു ലോ ലെവൽ. ലോ ലെവലിനെ അപേക്ഷിച്ചിട്ട് ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമർക്ക് ഈസിയാണ് അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാനും അത് വെച്ച് പ്രോഗ്രാം ചെയ്യാനും അതിൻ്റെ എറർ കറക്റ്റ് ചെയ്യാനും ഒക്കെ ഈസിയാണ്. ഈ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഇറ്റ് ഈസ് ഈക്വലന്റ് ടു മെഷീൻ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജ് പോലാണ്. ഓൺ അതർ ഹാൻഡ് മെഷീൻ ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദ ലോ ലെവൽ ലാംഗ്വേജ് ഇൻ കമ്പാരിസൺ ഓഫ് ഹ്യൂമൻ ബീങ്സ്. മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ആർക്കാ? മെഷീന്. ഹ്യൂമനെക്കാട്ടിലും ഈസി ആയിട്ട് ആർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും? മെഷീന് ഈ ലോ ലെവൽ ലാംഗ്വേജിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഹൈ ലെവൽ ലാംഗ്വേജിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് C++, ജാവ, പൈത്തൺ ഒക്കെയാണ്. ദീസ് ആർ ദ ഹൈ ലെവൽ ലാംഗ്വേജസ്. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സിന് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ലാംഗ്വേജ് ആണ്. അത് വെച്ചിട്ട് ഈസി ആയിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. എറർ ഉണ്ടെങ്കിൽ എറർ ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. മെഷീൻ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞെങ്കിൽ ഇത് കുറച്ചുകൂടി മെഷീൻ അത് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ്. ഹൈ ലെവൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജസ് ഹൈ ലെവൽ ലാംഗ്വേജിന്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാംസ് ആർ ഈസിലി ടു ഗെറ്റ് ഡെവലപ്ഡ്. ഹൈ ലെവൽ പ്രോഗ്രാംസ് ലാംഗ്വേജ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് ഈസി ടു വിഷ്വലൈസ് ദ ഫങ്ഷൻ ഓഫ് ദ പ്രോഗ്രാം. പ്രോഗ്രാമിൻ്റെ ഫങ്ഷന് വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഒരു പിക്ചർ പോലെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ദ പ്രോഗ്രാമർ മേ നോട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ദ പ്രോഗ്രാമർ മേ നോട്ട് റിമൈൻ അവെയർ അബൌട്ട് ദ ആർക്കിടെക്ചർ ഓഫ് ദ ഹാർഡ്വെയർ. ഓക്കെ, അതായത് ഈ ഹൈ ലെവൽ ലാംഗ്വേജിൽ പ്രോഗ്രാം ചെയ്യുന്നവർ മെഷീൻ്റെ ആർക്കിടെക്ചർ എന്താണ് അതിനുള്ളിലുള്ള കാര്യങ്ങൾ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. So people without hardware knowledge can also do high level programming, language programming. അപ്പം ആൾക്കാർക്ക് ഇപ്പം അറിയില്ല, ഹാർഡ്വെയറിൻ്റെ പറ്റി അവയർനെസ് ഇല്ല, അറിവില്ലെങ്കിൽ പോലും ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഹൈ ലെവലിൽ നമുക്ക് പ്രോഗ്രാമിംഗ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? പ്രോഗ്രാമർക്ക് മെഷീൻ്റെ ആർക്കിടെക്ചർ അറിയണമെന്ന് ഇല്ല, പ്രോഗ്രാമറിന് അറിയണമെന്നില്ല. അപ്പോൾ ഈ ഹൈ ലെവൽ ലാംഗ്വേജിലാണ് പ്രോഗ്രാം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മെഷീൻ്റെ ഹാർഡ്വെയർ ഡീറ്റെയിൽസ് അറിയത്തില്ലെങ്കിൽ പോലും അവർക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റും. ദ സെയിം ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം വർക്ക് ഓൺ എനി അതർ കമ്പ്യൂട്ടർ പ്രൊവൈഡഡ് ദ റെസ്പെക്റ്റീവ് കമ്പൈലർ ഈസ് അവൈലബിൾ ഫോർ ദ ടാർഗറ്റ് ന്യൂ ആർക്കിടെക്ചർ. സോ ഹൈ ലെവൽ ലാംഗ്വേജസ് ആർ പോർട്ടബിൾ. അതായത് സെയിം ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം വെച്ചിട്ട് ഏത് കമ്പ്യൂട്ടറിലാണേലും വേറെ കമ്പ്യൂട്ടേഴ്സ് ഇതിനകത്താണേലും വേറൊരിടത്താണേലും എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും.
പക്ഷെ അതിൻ്റെ അകത്ത് എന്ത് വേണമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പം സിയിലാണ് പ്രോഗ്രാം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സിയുടെ കമ്പൈലർ വേണം. ജാവയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജാവയുടെ കമ്പൈലർ വേണം. അപ്പോൾ അത് ഏത് കമ്പ്യൂട്ടറാണെന്നുള്ളതൊന്നും മസ്റ്റല്ല. ഏത് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് വേണേലും നമുക്ക് ചെയ്യാം. പക്ഷെ എന്ത് വേണം, ആ ഓരോ കമ്പ്യൂട്ടറിലും അതിൻ്റെ കമ്പൈലർ ഉണ്ടായിരിക്കണം. ഉണ്ടായാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഹൈ ലെവൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഹൈ ലെവൽ പ്രോഗ്രാം എന്ന് പറയുന്നത് പോർട്ടബിൾ ആണ്. ഏതിൻ്റെ അകത്ത് വേണേലും നമുക്ക്. പ്രൊഡക്ടിവിറ്റി അഗൈൻസ്റ്റ് ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ഈസ് എനോർമസ്ലി ഇൻക്രീസ്ഡ്. ഓക്കെ, അതായത് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് എന്താണ് കൂടുതൽ പ്രോഗ്രാംസ് നമ്മൾ ആപ്ലിക്കേഷൻസ് ഒക്കെ ആണെങ്കിലും എന്താണ് ഉണ്ടാക്കുന്നത്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഹൈ ലെവൽ ലാംഗ്വേജസ്. Next is the disadvantages of high level language. A high level language program cannot get executed directly. ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് C++ഓ ഡയറക്റ്റ്ലി അത് എക്സിക്യൂട്ട് ചെയ്യില്ല. അല്ലെ ജാവ ആയിക്കോട്ടെ, അത് ഡയറക്റ്റ്ലി അല്ല എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിന് ചില ട്രാൻസ്ലേറ്റേഴ്സ് ആവശ്യമുണ്ട്. ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞെങ്കിൽ ഒരു ലാംഗ്വേജിൽ നിന്ന് വേറൊരു ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം നമ്മൾ കൊടുക്കുന്ന ഹൈ ലെവലിനെ കൺവേർട്ട് ചെയ്തിട്ട് മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു ട്രാൻസ്ലേറ്റർ വേണം. ഇറ്റ് മേ ബി അതെന്ന് പറയുന്നത് ഒരു 2 തരത്തിലുള്ള ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ നമ്മൾ പഠിച്ചായിരുന്നു, കമ്പൈലർ, ഇൻറ്റർപ്രറ്റർ. അപ്പം ഹൈ ലെവൽ ലാംഗ്വേജ് ഡയറക്റ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അതിനെന്തോ ആവശ്യമുണ്ട്, ട്രാൻസ്ലേറ്റർ ആവശ്യമുണ്ട്, കമ്പൈലറോ അല്ലെ ഇൻറ്റർപ്രറ്ററോ ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇത് സിസ്റ്റത്തിൽ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇൻ കേസ് ഓഫ് ഇൻറ്റർപ്രറ്റേഴ്സ്, prior execution, each and every line get translated and then executed. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, കമ്പൈലർ ആണെന്നുണ്ടെങ്കിൽ ഈ ഹോളായിട്ടായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്. ഇൻറ്റർപ്രിറ്റർ ആണെന്നുണ്ടെങ്കിൽ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ ആയിരിക്കും. ഓക്കെ, പ്രയർ എക്സിക്യൂഷൻ, ഈച്ച് ആൻഡ് എവറി ലൈൻ ഗെറ്റ് ട്രാൻസ്ലേറ്റഡ് ആൻഡ് ദെൻ എക്സിക്യൂട്ടഡ്. എക്സിക്യൂഷൻ സമയത്ത് തന്നെയാണ് മെഷീൻ ലാംഗ്വേജിലോട്ട് ഇത് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇൻറ്റർപ്രറ്ററിൻ്റെ കേസിൽ എക്സിക്യൂഷൻ സമയത്ത് തന്നെയാണ് ഈ മെഷീൻ ലാംഗ്വേജിലോട്ട് ഇത് കൺവേർട്ട് ചെയ്യുന്നത്. കമ്പൈലറിൻ്റെ ടൈമിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടായിരുന്നു, ഹോൾ പ്രോഗ്രാം ഉണ്ട്. ആ ഹോൾ പ്രോഗ്രാമിനെ നമ്മൾ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുവാണ്. ആ കൺവേർട്ട് ചെയ്തതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പിന്നീട് കൊടുക്കുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇൻ കേസ് ഓഫ് കമ്പൈലർ, ഹോൾ പ്രോഗ്രാം വിൽ ഗെറ്റ് ട്രാൻസ്ലേറ്റഡ് ആസ് എ ഹോൾ, വിൽ ക്രിയേറ്റ് ആൻ എക്സിക്യൂട്ടബിൾ ഫയൽ. ഒരു എക്സിക്യൂട്ടബിൾ ഫയൽ ഉണ്ടാക്കും. ആ എക്സിക്യൂട്ടബിൾ ഫയൽ എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജ് ഉള്ള ഇതായിരിക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം, ആസ് വെൻ റിക്വയർഡ്, ദ എക്സിക്യൂട്ടബിൾ കോഡ് വിൽ ഗെറ്റ് എക്സിക്യൂട്ടഡ്. പിന്നെ ആവശ്യമുള്ളപ്പം, എപ്പോഴാണോ ആവശ്യമുള്ളത് അന്നപ്പോഴത്തേന് അത് എക്സിക്യൂട്ട് ചെയ്യും. ദീസ് ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം, എസ്പെഷ്യലി കമ്പൈലേഴ്സ്, ആർ ഹ്യൂജ് one and so are quite expensive. കമ്പൈലർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലാർജ് പ്രോഗ്രാം ആണ്. അതുകൊണ്ട് ഇത് കൂടുതൽ. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈ ലെവൽ ആൻഡ് ലോ ലെവൽ ലാംഗ്വേജ്? എന്തൊക്കെയാണ് ഹൈ ലെവലും ലോ ലെവലും തമ്മിലുള്ള ഡിഫറൻസ്? ഇപ്പം നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണെന്നുള്ള, അതിനെ എടുത്തു പറഞ്ഞേക്കുന്നതേ ഉള്ളൂ. ഇറ്റ് ഈസ് എ പ്രോഗ്രാമർ ഫ്രണ്ട്ലി ലാംഗ്വേജ്. ഹൈ ലെവൽ എന്ന് പറഞ്ഞെങ്കിൽ പ്രോഗ്രാമർ ഫ്രണ്ട്ലി ലാംഗ്വേജ് ആണ്. ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് മെഷീൻ ഫ്രണ്ട്ലി ലാംഗ്വേജ് ആണ്, മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജ് ആണ്. ഹൈ ലെവൽ ലാംഗ്വേജ് ഈസ് ലെസ് മെമ്മറി എഫിഷ്യൻറ്റ്. ഓക്കെ, ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ലെസ് മെമ്മറി എഫിഷ്യൻ്റ് ആണ്, മെമ്മറി എഫിഷ്യൻ്റ് അല്ല. ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹൈ മെമ്മറി എഫിഷ്യൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഹൈ ലെവൽ ലാംഗ്വേജ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഹൈ ലെവൽ ഈസി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഈസിയാണ്. പക്ഷേങ്കിൽ ലോ ലെവൽ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടാണ്, ടഫ് ടു അണ്ടർസ്റ്റാൻഡ് ആണ്. ഹൈ ലെവൽ എന്ന് പറയുന്നത് ഡീബഗ് ചെയ്യാനായിട്ട് ഈസിയാണ്. പക്ഷേ ലോ ലെവൽ എന്ന് പറയുന്നത് നമുക്ക് കോംപ്ലക്സ് ടു ഡീബഗ് കമ്പാരിറ്റീവ്ലി ഹൈ ലെവലിനെ അപേക്ഷിച്ച് കോംപ്ലക്സ് ടു ഡീബഗ് ആണ്. പിന്നെ ഹൈ ലെവൽ എന്ന് പറയുന്നത് സിമ്പിൾ ടു മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈസിയാണ്. പക്ഷേ ലോ ലെവൽ എന്ന് പറയുന്നത്
നമ്മൾ കോംപ്ലക്സ് ആണ്. മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇറ്റ് ഈസ് വെരി കോംപ്ലക്സ്. ഇറ്റ് ഈസ് പോർട്ടബിൾ. പോർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു സെയിം മെഷീനിൽ തന്നെ വേറെ വേറെ മെഷീനിലാണെങ്കിൽ ഈ സെയിം പ്രോഗ്രാംസ് വർക്ക് ചെയ്യും, ഹൈ ലെവൽ പ്രോഗ്രാം ആണെങ്കിൽ. പക്ഷേ എങ്കിൽ ലോ ലെവൽ ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പോർട്ടബിൾ. പോർട്ടബിൾ അല്ല. ഒരു സിസ്റ്റത്തിൽ വർക്ക് എഴുതുന്ന നമുക്ക് വേറൊരു സിസ്റ്റത്തിൽ അത് വർക്ക് ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് ക്യാൻ റൺ ഓൺ എനി പ്ലാറ്റ്ഫോം. ഓക്കെ, ഹൈ ലെവൽ ആണെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിൽ വേണേലും വർക്ക് ചെയ്യും. ഇറ്റ് ഈസ് ഇൻ വിൻഡോസിലാണേലും OSലാണേലും വർക്ക് ചെയ്യും. പക്ഷേ എങ്കിൽ മെഷീൻ ലോ ലെവൽ ആണെങ്കിൽ മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. ഓരോ മെഷീനും അനുസരിച്ച് അത് മാറും. ഇറ്റ് നീഡ് ഹൈ ലെവൽ ആണെങ്കിൽ ഇറ്റ് നീഡ്സ് കമ്പൈലർ ഓർ ഇന്റർപ്രറ്റർ ഫോർ ട്രാൻസ്ലേറ്റർ. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു വി നീഡ് എ ട്രാൻസ്ലേറ്റർ ആവശ്യമുണ്ട്. ഹൈ ലെവലിൻ്റെ അകത്ത് ഒരു ട്രാൻസ്ലേറ്റർ ആവശ്യമുണ്ട്. അതൊന്നുകിൽ കമ്പൈലർ ആവാം അല്ലെ ഇന്റർപ്രറ്റർ ആവാം. പക്ഷെ ലോ ലെവലിൻ്റെ അകത്ത് അസംബ്ലർ ആണ് വേണ്ടത്. അസംബ്ലർ ആവശ്യമാണ്. ഓക്കെ, ലാസ്റ്റ് ഡിഫറൻസ് പറയുന്നത് ഹൈ ലെവൽ ഈസ് യൂസ്ഡ് വൈഡ്ലി ഫോർ പ്രോഗ്രാമിംഗ്. ഹൈ ലെവൽ യൂസ് ചെയ്യുന്നത് പ്രോഗ്രാമിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ലോ ലെവൽ ഈസ് നോട്ട് കോമൺലി യൂസ്ഡ് നൗ എ ഡേ ഇൻ പ്രോഗ്രാമിംഗ്. ലോ ലെവൽ നമ്മൾ പ്രോഗ്രാമിങ്ങിന് അത് യൂസ് ചെയ്യുന്നില്ല. ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈ ലെവൽ ആൻഡ് ലോ ലെവൽ. നമ്മൾ നേരത്തെ പറഞ്ഞതെല്ലാമാണ്. അതിനെല്ലാം കൂടെ എന്താണ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പഠിച്ചത് what are mean by high level and low level languages, what are the difference എന്നുള്ളതാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കനെ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.